ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉള്ളത് വർക്കലയാണ്. വർക്കല നമ്മൾ പാപനാശം ബീച്ചിലേക്കും കയറി അമ്പലത്തിലൊക്കെ പോയിട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ അമ്പലത്തിൽ കയറിയങ്ങ് തൊഴുതു. എപ്പോൾ ഇവിടെ വന്നാലും നമ്മൾ പറ്റുമെങ്കിലെല്ലാം അമ്പലത്തിൽ കയറി തൊഴുതിട്ടായിരിക്കും നമ്മൾ ബീച്ചിലേക്ക് പോകുന്നത്. അങ്ങനെ എന്തായാലും അമ്പലത്തിൽ വൈകുന്നേരം ഒരു 5 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഞങ്ങൾ എത്തിയപ്പോഴത്തേനും. അങ്ങനെ ഞങ്ങൾ കയറി ചുറ്റും തൊഴുതു. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് വിശാലമായിട്ട് തൊഴുവാൻ തോന്നുന്നു. കഥാനായിക ഒന്ന് ഇറങ്ങി വരൂ. എന്തല്ല അവിടെ നിന്ന് തൊഴുതിറങ്ങി ഉടനെ ഞങ്ങൾ നേരെ അങ്ങ് ബീച്ചിലേക്ക് പോവുകയാണ്. അപ്പോൾ വേഗത്തിൽ പോയി. അമ്പലത്തിൽ തിരക്കില്ലെങ്കിലും ബീച്ചിൽ ഭയങ്കര തിരക്കായിരുന്നേ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേന് പെട്ടെന്ന് കുളിച്ചിട്ടിറങ്ങിയാലും മുടിയൊന്നും ഉണങ്ങില്ല. അങ്ങനെ പിന്നെ ഞാൻ മുടിയൊക്കെ ഉണക്കി നടന്ന് അങ്ങ് ബീച്ചിലേക്ക് പോകുമായിരുന്നേ. അങ്ങനെ സ്പീഡ് നടന്ന് പോകുമായിരുന്നു. കാരണം സന്ധ്യ ആയിക്കഴിഞ്ഞാൽ പിന്നെ ബീച്ചിൽ പെട്ടെന്ന് കയറ്റി വിടത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ വേഗം നടന്നങ്ങ് പോയി. ചെന്നപ്പോൾ ഉണ്ട് ദൈവമേ ഇതായതൊന്നും ബീച്ച് നിറഞ്ഞു കിടക്കുക ആൾക്കാർ. ആരും കാണത്തില്ലെന്നും പറഞ്ഞ് വലിയ കാര്യത്തിൽ വന്നതാണ്. അങ്ങനെ എന്തായാലും ഭയങ്കര ആളുണ്ടായിരുന്നു. പിന്നെ അതും ഒരു രസമായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു ബീച്ച് ഈവനിങ് ടൈമിൽ. പിന്നെ ഇപ്പോൾ ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ ബീച്ചിൽ പോയപ്പോഴത്തേനും നല്ല തണുപ്പായിരുന്നു. വെള്ളത്തിൽ കളിക്കുമ്പോഴത്തേക്ക് നല്ല സുഖം ഉണ്ടായിരുന്നേ. ഈവനിങ് ടൈമിൽ ഞങ്ങളങ്ങനെ പോകാറില്ല. ഞങ്ങൾ മിക്കപ്പോഴും രാവിലെയൊക്കെയാണ് പോയിട്ടുള്ളത്. ഇതിന് മുന്നേ ഒരു ഉച്ചയ്ക്ക് വരെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമായിരുന്നു. ഈവനിങ് ഫാമിലിയായിട്ട് എല്ലാവരുമായിട്ട് ഈവനിങ് പോകുന്നത് ആദ്യമായിട്ടാണ്. അത് നല്ലൊരു കിടിലൻ വൈബായിരുന്നു. അങ്ങനെ അവിടെ ഈ തലയിൽ വെക്കുന്ന റിങ് പോലത്തെ സാധനവും ലൈറ്റും ബബിൾസും ഒക്കെ വിൽക്കുന്ന പെൺപിള്ളേർ കുട്ടികൾ കൊണ്ടുവരുന്നുണ്ടായിരുന്നേ. എന്നാലും ഞാൻ വാങ്ങിയിട്ടില്ല. ഒന്നും എന്ത് കണ്ടാലും അപ്പോൾ വാങ്ങണമെന്ന് പറഞ്ഞ് പിള്ളേർ നിർബന്ധം പിടിക്കും. ഇതൊക്കെ ചുമ്മാ പെട്ടെന്ന് നശിച്ചു അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞിട്ട് വാങ്ങിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ കുറേ നേരം ബീച്ചിലൊക്കെ നിന്ന് വെള്ളമൊക്കെ ജസ്റ്റ് ഒന്ന് നനഞ്ഞു. മഞ്ഞയും അമ്മയും വെള്ളം നനയുന്നില്ലായിരുന്നു. എനിക്ക് പിന്നെ വലിയ താല്പര്യമില്ല ബീച്ചിൽ നനയുന്നതിനോട്. എൻ്റെ മക്കൾ പിന്നെ ബീച്ചിലങ്ങ് കിടന്നോളും. ഞാൻ കൊണ്ടുപോകുമ്പോൾ അവരെങ്ങനെ നനയ്ക്കാറില്ല. എനിക്കാണെങ്കിൽ പേടിയാണ്. പിന്നെ ശ്രീയേട്ടൻ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പിന്നെ വെള്ളത്തിൽ ഇറക്കിക്കോളും. അവരെ എടുത്ത് മുക്കി എടുത്തോളും. അതുകൊണ്ട് പിന്നെ എനിക്ക് പേടിക്കണ്ട. ഞങ്ങളൊരു സൈഡിലേക്ക് മാറുന്ന അച്ഛൻ്റെ മക്കളും കൂടെ അവിടെ അങ്ങ് തകർത്തോളും. പിന്നീട് പൊട്ടും. അങ്ങനെ ബീച്ചിൽ കളിച്ച് ഫുള്ള് മണലായി വെള്ളമായി. മഞ്ഞ കണ്ടില്ലേ, നനയാതെ നിൽക്കും. അവൾ മാത്രം നനഞ്ഞില്ല, ബാക്കി എല്ലാവരും നനഞ്ഞ് കുഴഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ തിരിച്ച് പോകാറായപ്പോഴത്തേക്കും നല്ല ബീച്ച് സ്കൈയൊക്കെ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല ഭയങ്കര സമാധാനമായിട്ട് തിരക്ക് ഒരുപാടുണ്ടായിരുന്നെങ്കിലും പക്ഷേ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഈവനിങ് ബീച്ച് പൊളി തന്നെയാണല്ലേ, ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നെങ്കിലും. അങ്ങനെ നമ്മൾ എന്തായാലും തിരിച്ചു പോയി. കാലിലൊക്കെ സോക്സ് ഇട്ട പോലെ മണലായിരുന്നു. പിന്നെ അത് കൊണ്ടുപോയി നമ്മൾ കഴുകി, വെള്ളം വാങ്ങിച്ച് കഴുകിയിട്ടാണ് പോയത്. അങ്ങനെ പിന്നെ തിരിച്ച് നമ്മൾ നടന്ന് പോയിട്ട് നേരെ ക്ലിഫിലേക്ക് പോകാമെന്ന് വെച്ചാൽ ക്ലിഫിൽ പോയി ഫുഡും കഴിച്ചിട്ടൊക്കെ അങ്ങ് പോകാമെന്നാണ് വിചാരിച്ചേ. പക്ഷേ നമ്മൾ ചമ്മിപ്പോയി. നമ്മൾ വന്ന ദിവസം ഭയങ്കര തിരക്കായിരുന്നു. എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിൽ നിന്നൊക്കെ ടൂറിനായിട്ട് വരുന്ന കുട്ടികൾ ഒരുപാടുണ്ടെന്ന് തോന്നുന്നു. ഒരുപാട് ടൂറിസ്റ്റ് ബസ്സുകളും കോളേജ് പിള്ളേർ, സ്കൂൾ പിള്ളേരൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്ലിഫ് ഇപ്പം നല്ല മോഡിഫൈ നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട്. ഞാനിന്നിവിടെ ഫസ്റ്റ് ടൈമാണ് ഞങ്ങളൊക്കെ പോകുന്നത്. ഞങ്ങളുടെ അടുത്ത് കിടന്നിട്ട് ഞങ്ങൾ ഇത്രയും എക്സ്പ്ലോർ ചെയ്യാതെ പോയ സ്ഥലമായിപ്പോയി. പക്ഷേ ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. മ്യൂസിക്കൽ കൺസേർട്ട് സൂപ്പറായിരുന്നേ. ഒരാൾ നന്നായിട്ടിരുന്ന് പാട്ട് പാടുന്നുണ്ടായിരുന്നു. പാട്ട് ഇടണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇട്ട കോപ്പിറൈറ്റ് ആയല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ മാറ്റിക്കളഞ്ഞത്. മുകളിൽ നിന്നിട്ട് ക്ലിഫിൽ നിൽക്കാൻ ബീച്ചിൻ്റെ വ്യൂ നല്ല കിടിലമായിരുന്നേ. പക്ഷേ നല്ലതായിട്ട് നമുക്ക് രാത്രി വന്നിട്ട് കിട്ടുന്നില്ല.
പിന്നെ നമ്മൾ അവിടെ കുറേ നേരം നിന്ന് കേട്ടോ. നല്ല ഫ്രഷ് ഫിഷൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴും പിടിച്ച് വെച്ചേക്കുന്ന പിടയ്ക്കുന്ന ഫിഷൊക്കെ എടുത്തിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്ത് കുക്ക് ചെയ്ത് തരുന്ന സ്ഥലമൊക്കെ ഉണ്ടായിരുന്നേ. നമുക്ക് തിരക്ക് കാരണം നിൽക്കാൻ വയ്യായിരുന്നു. പിള്ളേരെ കൊണ്ട് പോയിട്ട് നല്ലതായിട്ട് ബുദ്ധിമുട്ടിപ്പോയെന്ന് തോന്നുന്നു. അത് കപ്പിളായിട്ടൊക്കെ പോകാൻ ഞങ്ങൾ അടിച്ച് പൊളിക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ പിന്നെ എന്ത് ചെയ്തു, അവിടെ നിന്ന് നേരെ തിരിച്ചങ്ങ് ഫുള്ള് കറങ്ങിയിട്ട് നേരെ തിരിച്ചിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് പിന്നെ ഫുഡ് വാങ്ങിയിട്ടാണ് വീട്ടിൽ പോയത്. ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചിട്ട് അങ്ങനെ വരാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഞങ്ങൾ കല്ലുവാതുക്കൽ വന്നിട്ട് ഫുഡും മേടിച്ച് നേരെ അങ്ങ് വീട്ടിൽ പോവുകയാണ് ചെയ്തത്. ഫുഡ് വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ അൽഫാം ഹാഫ് അൽഫാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബിരിയാണി വേണമെന്ന് പറഞ്ഞു. ബാലുവിനും ജാനുവിനും മഞ്ഞയ്ക്കും ബിരിയാണി മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് ബിരിയാണിയും വാങ്ങിയിട്ട് നമ്മൾ കല്ലുവാതുക്കൽ നമ്മുടെ ഹോട്ടലിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഫുഡ് മേടിച്ച് നേരെ അങ്ങ് നമ്മൾ വീട്ടിൽ പോയി. പിന്നെ ഒന്ന് ഫ്രഷ് ആയ ഉടനെ നമ്മളെന്നെ ഫുഡ് കഴിച്ചു. കാരണം വിശന്ന് പണ്ടാരടങ്ങിയിരിക്കുകയായിരുന്നു. നമ്മൾ രാത്രിയായി എത്തിയപ്പോഴത്തേനും. അങ്ങനെ ഫുഡെല്ലാം പറക്കി വെച്ച് ഞാൻ പിന്നെ എല്ലാവർക്കും റെഡിയാക്കി പിള്ളേർക്കൊക്കെ കൊടുത്തു. കാരണം ഇല്ലെങ്കിൽ കിടന്ന് ഉറങ്ങിക്കളഞ്ഞാൽ പിന്നെ എനിക്ക് തന്നെയാണ് പാട്. അങ്ങനെ എല്ലാവർക്കും ബിരിയാണി എല്ലാം പകുത്ത് വെച്ചു. ഞാൻ പിന്നെ ഇച്ചിരി അൽഫാമും ഒരു കുബൂസിൻ്റെ പകുതിയും പിന്നെ ഇച്ചിരി ബിരിയാണിയും അങ്ങനെ കഴിച്ചു കേട്ടോ. എല്ലാത്തിൽ നിന്നും കുറേശ്ശെ ഞാൻ കഴിച്ചു. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നേ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതിന് കൂടാതെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വരത്തുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ.